സഞ്ജു ഗീതുവുമായി വരുമ്പോൾ ബാക്കി എല്ലാവരും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു നിൽപ്പുണ്ട്. സഞ്ജുവിന്റെ കൈ പിടിച്ചു വരുന്ന ഗീതുവിലായിരുന്നു അവരുടെ എല്ലാം കണ്ണുകൾ. അവളുടെ മുഖത്തെ സന്തോഷം കാണാൻ നമ്മുടെ പിള്ളയുടെ മുഖവും വിടർന്നു. അപ്പോൾ തന്നെ രാത്രി 7 മണി കഴിഞ്ഞിരുന്നു. എല്ലാവർക്കും നന്നായി വിശക്കുന്നത് കൊണ്ട് മാളിൽ നിന്ന് തന്നെ ഫുഡും കഴിച്ചിട്ടാണ് അവർ അവിടെ നിന്നും ഇറങ്ങിയത്. ഡ്രൈവറെ വിളിച്ചു വരുത്തി വാങ്ങിയ സാധനങ്ങളൊക്കെ അയാളുടെ കയ്യിൽ കൊടുത്തുവിട്ടു. പിള്ളേരെ, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞങ്ങൾ പോയി വണ്ടി എടുത്തു വരാം, ജോൺ പറഞ്ഞു. പെൺപിള്ളേരെ മാളിന്റെ എൻട്രൻസിൽ നിർത്തി ചെക്കന്മാര് 4 പാർക്കിങ്ങിലേക്ക് പോയി. അല്പനേരം കഴിഞ്ഞതും 4 ബൈക്കുകളുമായി ചെക്കന്മാര് വന്നു. സനു ജോണിന്റെ പുറകിലും അവി ജീവയുടെ പുറകിലും സായി സച്ചുവിന്റെ പുറകിലും കയറി. എന്നിട്ടും അനക്കമൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഗീതുവിനെ സഞ്ജു ഒന്ന് നോക്കി. തന്റെ പിറകിലേക്ക് ദയനീയമായി നോക്കി നിൽക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ തന്നെ സഞ്ജുവിന് കാര്യം മനസ്സിലായി. മറ്റുള്ളവരോട് പൊയ്ക്കോളാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് അവൻ ഒരു ചെറു ചിരിയോടെ ബൈക്കിൽ നിന്ന് ഇറങ്ങി അവളുടെ അടുത്തേക്ക് നടന്നു. അത് കണ്ടതും ജീവയും ജോണും സച്ചുവും അവരെ രണ്ടുപേരെ നോക്കിയൊന്ന് ആക്കി ചിരിച്ചിട്ട് വണ്ടി മുന്നോട്ടെടുത്തു. എന്താ കുഞ്ഞ, നിനക്ക് വരാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ? അത് ഇച്ച, എനിക്കിതിലൊന്നും കയറാൻ അറിയില്ല, ഗീതു സങ്കടത്തോടെ പറഞ്ഞു. അവൾ അത് പറഞ്ഞതും സഞ്ജു അവളെ നോക്കി ഒരു കുസൃതിച്ചിരി ചിരിച്ചുകൊണ്ട് ഒരു കൈ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി അവളെ പൊക്കിയെടുത്ത് ബൈക്കിലിരുത്തി. ഗീതുവാണ് അവനെ കണ്ണുമിഴിച്ച് നോക്കിയിരിക്കുവാണ്. അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് കൊച്ചു തീരെ പ്രതീക്ഷിച്ചില്ലല്ലോ. ഇതൊക്കെ പറയണ്ടേ കുഞ്ഞാ, പിന്നെ എന്തിനാടി പെണ്ണെ നിന്റെ ഇച്ച ഇവിടെ നിൽക്കുന്നത്? അവൻ അവളെ നോക്കി ഒരു കണ്ണിറുക്കി കാട്ടി ബൈക്കിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കുഞ്ഞാ, ഇച്ചയെ പിടിച്ചിരുന്നു, എന്തേലും ബുദ്ധിമുട്ടുണ്ടേ പറയണം കേട്ടോ, ഞാൻ വണ്ടി മുന്നോട്ടെടുക്കുവാണേ. അതും പറഞ്ഞുകൊണ്ട് സഞ്ജു വണ്ടി മുന്നോട്ടെടുത്തു. ഗീതുവിന്റെ കൈകൾ അവന്റെ ഷോൾഡറിൽ മുറുകി. കണ്ണ് രണ്ടും ഇറുക്കി പൂട്ടിയിരിക്കുവാണ് പെണ്ണ്. കൊച്ചിന് നല്ല പേടിയുണ്ടേ. ഇതിനു മുമ്പ് അവൾക്ക് ബൈക്കിലൊന്നും കയറി ശീലമുണ്ടായിരുന്നില്ലല്ലോ. കുറച്ചു ദൂരം പിന്നിട്ടതും അവരുടെ വണ്ടി നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി വിജനമായ റോഡിലേക്ക് കടന്നു. ഇടയ്ക്കിടയ്ക്ക് സഞ്ജു മിററിൽ കൂടി പെണ്ണിനെ നോക്കുന്നുണ്ട്. കണ്ണും പൂട്ടി തന്റെ തോളെ അള്ളിപ്പിടിച്ചിരിക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ അവന് ചിരിക്കാതിരിക്കാനായില്ല. അപ്പോഴാണ് അവന്റെ കണ്ണുകൾ ചെറുതായി ചലിക്കുന്ന അവളുടെ ചുണ്ടുകളിൽ ഉടക്കിയത്. അവളെന്തോ ഉരുവിടുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അവൾ പറയുന്ന എന്താണെന്ന് അവനൊന്ന് ശ്രദ്ധിച്ചു. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, വിജയനും. ബെസ്റ്റ്, ഈ പെണ്ണിനെ കൊണ്ട്. അവൾ പറയുന്ന എന്താണെന്ന് മനസ്സിലായതും അവൻ വണ്ടി ഒരു സൈഡിലായി ഒതുക്കി നിർത്തി. വണ്ടി നിന്നതറിഞ്ഞതും ഏതു പതിയെ കണ്ണു തുറന്നു. തന്റെ തോളിലിരിക്കുന്ന അവളുടെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് സഞ്ജു വണ്ടിയിൽ നിന്ന് ഇറങ്ങി വണ്ടി സ്റ്റാൻഡിലിട്ടു. ഒപ്പം അവളെ എടുത്ത് നിലത്ത് വെക്കാനും ചെക്കൻ മറന്നില്ല. ഗീതു സഞ്ജുവിനെ തന്നെ നോക്കി നിൽക്കുവാണ്. അവൾക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞോ? 2 കൈ എളിയെ കുത്തി നിന്ന് അല്പം ഗൗരവത്തോടെയാണ് സഞ്ജുവിന്റെ ചോദ്യം. പക്ഷെ അവൻ എന്തിനെ പറ്റിയാണ് ചോദിച്ചതെന്ന് അവൾക്കൊട്ടും മനസ്സിലായില്ല. എന്താ ഇച്ച, എന്ത് കഴിഞ്ഞോന്നാ? അല്ല, നിന്റെ ജപം, നിന്റെ ഭാവം കണ്ട ഞാൻ നിന്നെ കൊല്ലാൻ കൊണ്ടുപോവാണെന്ന് തോന്നുവല്ലോ. ഗീതു സഞ്ജുവിനെ നോക്കി ഒരു വാളിച്ച ചിരി ചിരിച്ചു. അതിച്ചേ, എനിക്ക് ശരിക്കും പേടിയായിട്ടാ. ഞാൻ വീഴുകയോ മറ്റോ ചെയ്താലോ? എന്റെ നെഞ്ചൊക്കെ വല്ലാണ്ട് ഇടിക്കുക. കൊച്ചു കുഞ്ഞുങ്ങളുടെ ഭാവത്തോടെ തന്റെ മുന്നിൽ നിന്ന് ആവലാതി പറയുന്ന ആ കുഞ്ഞു പെണ്ണിനോട് അവന് വല്ലാണ്ട് വാത്സല്യം തോന്നി. ഒരു ചെറു ചിരിയോടെ സഞ്ജു അവളെ എടുത്ത് ബൈക്കിലിരുത്തി. എന്നിട്ട് അവളുടെ ഇരുവശങ്ങളിലുമായി കൈ കുത്തി അവളോട് ചേർന്ന് നിന്നു. അവന്റെ ആ നീക്കത്തിൽ ഗീതുവിന്റെ ശരീരമാകെ ഒരു വിറയൽ പടർന്നു. അവളുടെ കണ്ണുകൾ പിടച്ചു, നെഞ്ചടിപ്പേറി. അവളുടെ ഈ മാറ്റങ്ങളൊക്കെ ഒരു ചെറു ചിരിയോടെ നോക്കിക്കാണുകയായിരുന്നു അവൻ. നിനക്കെന്നെ പേടിയാണോ കുഞ്ഞാ? അവളുടെ കണ്ണുകളിൽ നോക്കിയാണ് അവനത് ചോദിച്ചത്. ആ നിമിഷം അവളുടെ കണ്ണുകളും അവന്റേതുമായി കുരുത്തു. അവന്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് തന്നെ നിഷേധാർത്ഥത്തിൽ ഇരുവശങ്ങളിലേക്കും അവൾ തലയനക്കി. പിന്നെ എന്താ കുഞ്ഞാ, ഞാൻ അടുത്തു വരുമ്പോ നീ ഇങ്ങനെ വിറയ്ക്കുന്നേ? നിന്റെ ഹൃദയം ഇപ്പോ പൊട്ടി പുറത്തു വരുമല്ലോ. അവൾ അവനെ ദയനീയമായെന്ന് നോക്കി. അത് എനിക്കറിയില്ല ഇച്ചാ, എനിക്ക് ഇച്ചയോട് സത്യമായിട്ടും പേടിയൊന്നുമില്ല. ഇച്ചയുടെ കൂടെ ഇരിക്കാനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടാ. എന്റെ പെരുമാളാണ് സത്യം. ഇച്ചയുടെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് ആരൊക്കെയോ ഉള്ളതുപോലെയാ തോന്നണേ. പക്ഷെ എന്താന്നറിയില്ല, ഇച്ച എന്റെ അടുത്ത് വരുമ്പോ എനിക്ക് നെഞ്ചൊക്കെ ഇങ്ങനെ വിങ്ങുന്ന പോലെയാ. ശ്വാസം മുട്ടും പോലെയൊക്കെ തോന്നും. ശരീരമൊക്കെ തളരുന്ന പോലെ, വയറിനുള്ളിലൊക്കെ കൊളുത്തി പിടിക്കും പോലെയാ. ഗീതുവിന്റെ പറച്ചു കേട്ട് സഞ്ജു പൊട്ടിച്ചിരിച്ചു. പാവം, നമ്മുടെ കൊച്ചു ഇപ്പോഴും അവനെ ദയനീയമായി നോക്കിയിരിക്കുവാണ്. സഞ്ജു അതേ ചിരിയോടെ തന്നെ അവളുടെ അടുത്ത് വണ്ടിയിലേക്ക് ചാരിയെന്ന് അവളുടെ തോളിലൂടെ കൈയിട്ട് ആ കുഞ്ഞിപ്പെണ്ണിനെ തന്നോട് ചേർത്ത് പിടിച്ചു. അവൾ അവനെ തന്നെ നോക്കിയിരിക്കുവാണ്. നീ ഇത്രയ്ക്കും പൊട്ടിയാണോ കുഞ്ഞാ? അവന്റെ ആ ചോദ്യം കേട്ടത് അവളുടെ നെറ്റി ചുളിഞ്ഞു. ഞാൻ പൊട്ടിയൊന്നുമല്ല. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. അവളുടെ ആ ഭാവം കണ്ട് അവൻ വീണ്ടും പൊട്ടിച്ചിരിച്ചു. ഇച്ചേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ, എന്തിനാ ചിരിക്കണേ? കൊച്ചു കട്ടക്കലിപ്പിലാണ്. ഇനിയും ചിരിച്ച പെണ്ണിന്റെ മോന്ത വീർത്ത് പൊട്ടുമെന്ന് മനസ്സിലാക്കിയ സഞ്ജു ഒരുവിധം ചിരി കൺട്രോൾ ചെയ്തു. അവളാണെങ്കിൽ അവനെ കൂർപ്പിച്ചു നോക്കി ഇരിപ്പുണ്ട്. ആ ചുണ്ടിങ്ങനെ കൂർപ്പിക്കാതെ കുഞ്ഞാ, ഇച്ചയ്ക്ക് അവിടെ കടിക്കാനൊക്കെ തോന്നും. അങ്ങനെ വല്ലതും സംഭവിച്ച എന്നെ ഒന്നും പറഞ്ഞേക്കല്ലേ, ഞാൻ പാവം. അവൻ അത് പറഞ്ഞതും അവൾ തന്റെ കൈകൊണ്ട് ചുണ്ട് പൊതിഞ്ഞു പിടിച്ചോണ്ട് അവനെ കണ്ണു തള്ളി നോക്കി.
മിഴിച്ചു നോക്കണ്ട, ഞാൻ എടുത്തോളാം. ആദ്യം എന്റെ കൊച്ചിന് അല്പം വിവരം വെക്കട്ടെ. ഇപ്പൊ നമുക്ക് പോവാം. അവരൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ എങ്ങോട്ടാ പോണേ? അതൊക്കെ സർപ്രൈസ്. എന്തായാലും നമ്മൾ പോകുന്ന സ്ഥലം എന്റെ കുഞ്ഞിനെ ഒത്തിരി ഇഷ്ടപ്പെടും. അതുപോരെ? അവൾ ഒരു ചിരിയോടെ തലയാട്ടി. എന്നാ എന്റെ കൊച്ചു നേരെ ഇരുന്നേ, ഇച്ച വണ്ടി എടുക്കട്ടെ. അവൻ അത് പറഞ്ഞതും ഗീതു ഇരു സൈഡിലെ കാലുകളിട്ട് അല്പം പുറകിലേക്ക് ഇറങ്ങിയിരുന്നു. അവള് വീഴാണ്ടിരിക്കാൻ സഞ്ജു അവളെ പിടിച്ചിട്ടുമുണ്ടായിരുന്നു. അവൾ ഇരുന്നതും സഞ്ജു ബൈക്കിലേക്ക് കയറി. അവൻ തന്റെ കൈ പുറകിലേക്ക് കൊണ്ടുപോയി അവളുടെ നടുവിന്റെ ഭാഗത്ത് പിടിച്ച് അവളെ തന്നിലേക്ക് അടുപ്പിച്ചിരുത്തി. അവന്റെ ആ പ്രവൃത്തിയിൽ അവൾ മുന്നോട്ടാഞ്ഞു. അവളുടെ കുഞ്ഞു മാറിടം അവന്റെ പുറത്തമർന്നു. ആ നിമിഷം ഇരുവരുടെ ഉള്ളൊന്ന് പിടച്ചു. ആ അനുഭൂതിയിൽ സഞ്ജുവിന്റെ മുഖത്തൊരു പുഞ്ചിരി മുട്ടിട്ടു. എന്നാൽ തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ആ പൊട്ടിപ്പെണ്ണിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. സഞ്ജു അവളുടെ കൈകളെടുത്ത് തന്റെ വയറിലൂടെ ചുറ്റിപ്പിടിപ്പിച്ചു. ഇതിവിടെ ഇരുന്നോട്ടെ. ഇനിയും കണ്ണടച്ച് പേടിച്ചിരിക്കാതെ എന്റെ കുഞ്ഞ് യാത്രയെന്ന് ആസ്വദിച്ചേ. ഇച്ച കൂടെയുള്ളപ്പോൾ എന്റെ കൊച്ചിന് ഒന്നും പറ്റാൻ സമ്മതിക്കില്ല കേട്ടോ. അവൾ നിറഞ്ഞ ചിരിയോടെ അവന്റെ പുറത്തേക്ക് തലവെച്ച് അവന്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് ചേർന്നിരുന്നു. സഞ്ജു ഒരു ചിരിയോടെ വണ്ടി മുന്നോട്ടെടുത്തു. അവൾ വിടർന്ന കണ്ണുകളോടെ ആ രാത്രിയുടെ മനോഹാരിത ആസ്വദിക്കുകയായിരുന്നു. റോഡിന്റെ ഇരുവശങ്ങളിലുമായി വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന തണൽ മരങ്ങൾ, നല്ല നിലാവ്, ഒപ്പം നല്ല തണുത്ത ഇളം കാറ്റും. പരസ്പരം ഒന്നും പറഞ്ഞില്ലെങ്കിലും അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ 1000 കഥകൾ പറയുന്നുണ്ടായിരുന്നു. സഞ്ജു ഒരു കൈകൊണ്ട് അവന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് പ്ലേലിസ്റ്റിൽ നിന്ന് അവന്റെ പ്രിയപ്പെട്ട സോങ് പ്ലേ ചെയ്ത് ഫോൺ തിരികെ പോക്കറ്റിൽ തന്നെ വെച്ചു. അവൻ ബൈക്കിന്റെ സ്പീഡ് അല്പം കൂടെ കൂട്ടി. എന്നാൽ ഇപ്രാവശ്യം അവൾ പേടിച്ചില്ല. അവളും ആ യാത്രയുടെ മനോഹാരിത ആവോളം ആസ്വദിക്കുകയായിരുന്നു. ഇവിടെ ആരംഭിക്കുകയായിരുന്നു ഇച്ചയുടെയും അവന്റെ കുഞ്ഞന്റെയും പ്രണയകഥ. സഞ്ജുവിന്റെ ബൈക്ക് ഒരു വലിയ ഗേറ്റിന് മുന്നിൽ വന്ന് നിന്നു. പാലക്കിൽ എന്ന് ആലേഖനം ചെയ്ത തടി കൊണ്ടുണ്ടാക്കിയ വലിയൊരു ഫ്രെയിം ഗേറ്റിന് തൊട്ടുമുകളിലെ ചങ്ങലയിലായി തൂക്കിയിട്ടിട്ടുണ്ട്. ഇതേത് വീടാ ഇച്ചേ? ഇത് വീടല്ലടാ, നമ്മുടെ ഫാം ഹൗസ് ആണ്. സഞ്ജു അവളുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തുകൊണ്ട് നീട്ടി ഹോണടിച്ചു. ഹോണടി ശബ്ദം കേട്ട് ഏകദേശം 70 വയസ്സോളം പ്രായമുള്ള ഒരാൾ വന്ന് ഗേറ്റ് തുറന്നു. അത്രയും പ്രായമൊക്കെ ഉണ്ടെങ്കിലും ആളുടെ ശരീരം ഇപ്പോഴും നല്ല ഫിറ്റാണ്. അവരൊക്കെ എങ്ങനെ എത്തിയോ ഗോപാലേട്ടാ? സഞ്ജു ആ ഗേറ്റ് തുറന്നു കൊടുത്ത മനുഷ്യനോടായി ചോദിച്ചു. ഓ മോനെ, അവരൊക്കെ സ്വർഗത്തിലുണ്ട്. എന്നാ ഞങ്ങളങ്ങോട്ട് ചെല്ലട്ടെ. യോ, ചേട്ടൻ ഒരാളെ പരിചയപ്പെടുത്തി തരാൻ മറന്നു. ദേ ഇതാണ് കേട്ടോ എന്റെ പെമ്പറന്നോത്തി, ഗീതിക എന്ന ഗീതു. സഞ്ജു അവളെ നോക്കി ഒരു ചിരിയോടെ പറഞ്ഞു. കുഞ്ഞ, ഇതാണ് നമ്മുടെ ഗോപാലേട്ടൻ. ഗോപാലേട്ടന്റെ മകനാ നമ്മുടെ വണ്ടിയൊക്കെ ഓടിക്കുന്ന ദാസേട്ടൻ. ഇവരും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കേട്ടോ. നമ്മുടെ വല്യപ്പച്ചന്റെ വലം കൈയാണ്. പുള്ളിക്ക് ആർമിയിൽ നിന്ന് കിട്ടിയ കൂട്ട. മുത്തു വിളിക്കുന്ന കേട്ട് കുഞ്ഞിലെ മുതലേ ഞങ്ങൾ വിളിക്കാൻ തുടങ്ങിയതാ ഗോപാലേട്ടാന്ന്. പിന്നെ വളർന്നപ്പോഴും അത് മാറ്റാൻ പോയില്ല. ഇപ്പൊ ഈ ഫാമിന്റെ മേൽനോട്ടം വല്യപ്പച്ചൻ ഗോപാലേട്ടനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സഞ്ജു ഒരു ചിരിയോടെ ഗീതുവിനോടായി പറഞ്ഞു. തന്നെ നോക്കി ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്ന ആ മനുഷ്യന് ഗീതുവും മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിരി നൽകി. അവൻ വിളിച്ചപ്പോ പറഞ്ഞടാ കുഞ്ഞേ, മോളെ കണ്ടിട്ട് ചെറിയ കുഞ്ഞാണല്ലോ സഞ്ജുട്ടാ, ഗോപാലൻ പറഞ്ഞു. ഞാൻ കുഞ്ഞൊന്നും അല്ലാട്ടോ ഗോപാലേട്ടാ, എനിക്ക് 19 വയസ്സ് കഴിഞ്ഞല്ലോ. അത്രയും നേരം ചിരിയോടെ ഇരുന്ന ഗീതുവിന്റെ മുഖം ഇപ്പോൾ വീർത്ത് കെട്ടിയിട്ടുണ്ട്. അവളത് പറയുമ്പോ ഒരു കൊച്ചുകുട്ടിയുടെ കുറുമ്പായിരുന്നു അവളുടെ ആ കുഞ്ഞു മുഖത്ത്. അവളുടെ പറച്ചു കേട്ട് സഞ്ജുവും ഗോപാലും പരസ്പരം ഒന്ന് നോക്കി പൊട്ടിച്ചിരിച്ചു. ഇതും കൂടെ കണ്ടത് ഗീതുട്ടിയുടെ മുഖം ഒന്നുകൂടെ വീർത്തു. യോ, മുഖം ഇങ്ങനെ വീർപ്പിക്കാതെ എന്റെ കുറുമ്പി പെണ്ണേ, ഇതിപ്പോ പൊട്ടൂലോ. അവൻ പറഞ്ഞപ്പോ ഞാൻ ആളൊരു മിണ്ടാപ്പൂച്ചയാണെന്നാ കരുതി. ഇതിപ്പോ കുറുമ്പിയാണല്ലോ സഞ്ജുവേ, ഗോപാലൻ വീണ്ടും പറഞ്ഞു. മിണ്ടാപ്പൂച്ച തന്നെയായിരുന്നു. ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാൻ പെട്ട പാട് അല്ലേടി പെണ്ണെ? സഞ്ജു ഗീതുവിനെ നോക്കി ഒരു ചിരിയോടെ ചോദിച്ചു. മറുപടിയായി അവൾ ഒരു ചിരിയോടെ അവന്റെ പുറത്തേക്ക് ചാഞ്ഞു. ഗോപാലേട്ടനെ നോക്കി കണ്ണു ചിമ്മാനും അവൾ മറന്നില്ല. എന്തായാലും എനിക്ക് ഇഷ്ടായിട്ടോ ഈ കുറുമ്പിയെ, ചുന്ദരി പെണ്ണ. ഇനി രണ്ടാളും അകത്തേക്ക് ചെല്ലും. നിങ്ങൾക്ക് കഴിക്കാനുള്ളതൊക്കെ അവിടെ റെഡിയാണ്. ഈ കുറുമ്പിക്കുള്ള സ്പെഷ്യലും ഉണ്ട് കേട്ടോ. ഞാൻ പാടത്തോട്ട് ചെല്ലട്ടെ. തവള പിടിക്കാൻ പിള്ളേര് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെ അങ്ങോട്ട് വന്നേക്ക്. പിന്നല്ല, 1 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അവിടെ ഹാജർ വെച്ചിരിക്കും. അതും പറഞ്ഞ് സഞ്ജു വണ്ടി മുന്നോട്ടെടുത്തു. അവര് പോകുന്നത് നോക്കി ഗേറ്റും പൂട്ടി ഗോപാലൻ പാടത്തേക്കും പോയി. സഞ്ജുവിന്റെ വണ്ടി ചെന്ന് നിന്നത് തടി കൊണ്ടുണ്ടാക്കിയ ഒരു വീടിന് മുമ്പിലാണ്. അതിനു മുന്നേ സ്വർഗം എന്ന് വലിയ അക്ഷരത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു സ്വർഗം തന്നെയാണ്. ആ വീടിന് ചുറ്റും മനോഹരമായ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രി സമയമാണെങ്കിലും ഇടവിട്ട് സ്ഥാപിച്ചിരിക്കുന്ന വ്യത്യസ്ത നിറങ്ങളിലുള്ള വൈദ്യുത വിളക്കുകളുടെ പ്രകാശമുള്ളത് കൊണ്ട് അവിടെ നല്ല വെട്ടമുണ്ടായിരുന്നു. ഗീതുവിന്റെ കണ്ണുകൾ വിടർന്നു. ആരുടെയും മനം കുളിർക്കുന്ന കാഴ്ചയായിരുന്നു അത്. അവിടത്തെ കാറ്റിന് പോലും വല്ലാത്തൊരു ഗന്ധമായിരുന്നു. ഗീതു കണ്ണുകൾ അടച്ച് ആ ഗന്ധത്തെ തന്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്തു. അവളുടെ മുഖത്തെ പുഞ്ചിരി മതിയായിരുന്നു അവൾ എത്രമാത്രം ഹാപ്പിയാണെന്ന് മനസ്സിലാക്കാൻ. കണ്ണടച്ച് കൈകൾ വിടർത്തി നിറപുഞ്ചിരിയോടെ നിൽക്കുന്ന ഗീതുവിന്റെ ചിത്രം സഞ്ജു തന്റെ ഫോണിൽ പകർത്തി.
എത്തിയോ രണ്ടും? എത്ര നേരമായടാ നിന്നെയൊക്കെ നോക്കിയിരിക്കുന്നു. മനുഷ്യന് വിശന്നിട്ട് മേല. പുറത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് അകത്ത് നിന്ന് ജീവ ഇറങ്ങി വന്നു. അവന്റെ ശബ്ദം കേട്ട് സഞ്ജുവും ഗീതുവും തിരിഞ്ഞു നോക്കി. ഗോപാലേട്ടനെ കണ്ട് സംസാരിച്ച് നിന്ന് പോയി ചായ. ഇവളെ പരിചയപ്പെടുത്തണ്ടായോ? സഞ്ജു പറഞ്ഞു. അതേതായാലും നന്നായി. രണ്ടാളും കയറി വാ, നമുക്ക് കഴിച്ചിട്ട് പാടത്തേക്ക് പോവാം. എല്ലാവരും നിങ്ങളെ നോക്കി ഇരിക്കുക. അതും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ ചേർത്ത് പിടിച്ച് ജീവ അകത്തേക്ക് പോയി. തൊട്ടു പിന്നാലെ ഒരു പുഞ്ചിരിയോടെ സഞ്ജു ഉള്ളിലേക്ക് കയറി. അവിടെ ഒരു ടേബിളിനു ചുറ്റും നമ്മുടെ പടകളെല്ലാം അവരെ നോക്കിയിരിപ്പുണ്ട്. ടേബിളിൽ നിറയെ പലതരത്തിലുള്ള ഫുഡ് നിരത്തി വെച്ചിരിക്കുന്നു. നോൺ വെജും വെജും എല്ലാം ഉണ്ടായിരുന്നു. ഒന്ന് വേഗം വരാമോ? എനിക്ക് വിശക്കുന്നു. സാനുവിന്റെ രോദനമാണത്. ഓ വന്നടി ചേച്ചി, ഇങ്ങനെ കിടന്ന് കീറി പൊളിക്കാതെ. അതും പറഞ്ഞുകൊണ്ട് സഞ്ജു കൈ കഴുകി ഒരു ചേറി വന്നിരുന്നു. തൊട്ടു പിന്നാലെ ജീവയും ഗീതവും വന്നിരുന്നു. സഞ്ജുവിന്റെ അടുത്തായിട്ടാണ് ഈദ് വന്നിരുന്നത്. കോറം തികഞ്ഞതും പിന്നെ അങ്ങോട്ടൊരു അറ്റാക്ക് ആയിരുന്നു എല്ലാം കൂടെ. 10-20 മിനിറ്റ് മൊത്തം വെടിയും പുകയും മാത്രം. കഴിച്ചു കഴിഞ്ഞതും സച്ചു നീട്ടിയൊന്ന് ഏമ്പക്കം വിട്ടുകൊണ്ട് പ്ലേറ്റിൽ നിന്ന് തലയുയർത്തി ചുറ്റുമൊന്ന് നോക്കി. തൊട്ടടുത്ത കസേരകളെ തളർന്നിരിപ്പുണ്ട് കൂടെയുണ്ടായിരുന്ന പടയാളികൾ. ഒന്നിനും അനങ്ങാൻ വയ്യ. ടേബിളാണ് ആളൊഴിഞ്ഞ യുദ്ധഭൂമി പോലെ. കുറെ എല്ലും മുള്ളും കറിവേപ്പിലയും മാത്രമുണ്ട് മിച്ചം. എല്ലാത്തിനെയും വെച്ച് നോക്കുമ്പോൾ തമ്മിൽ ഭേദം നമ്മുടെ ഗീതുട്ടിയാണ്. ഇളനീരിന്റെ ഷേക്കും വലിച്ചു കുടിച്ചോണ്ട് എല്ലാവരെയും നോക്കി ചിരിച്ചോണ്ടിരിപ്പുണ്ട് പെണ്ണ്. അവളുടെ തോളിലെ ഇര വിഴുങ്ങിയ പാമ്പിനെ പോലെ മത്തടിച്ച് കിടക്കുവാണ് നമ്മുടെ സായു. ബാക്കിയുള്ളതങ്ങളുടെ അവസ്ഥ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ. അല്പം ഒന്ന് നേരെയായതും എല്ലാവരും ഒരുവിധം നിവർന്നിരുന്നു. ഫുഡ് അല്പം കൂടിപ്പോയോ എന്നൊരു സംശയം. അവിയാണ്. ഏയ് അതൊക്കെ വെറും തോന്നലടി മോളെ. കുറച്ചല്ല, കുറച്ചധികം കൂടിപ്പോയി. നീട്ടിയൊരു ശ്വാസം വിട്ടോണ്ട് ജോൺ പരിതപിച്ചു. അതെങ്ങനെ? ഫുഡേ എന്നും പറഞ്ഞ് അമർച്ചല്ലായിരുന്നോ എല്ലാം കൂടെ? വയററിഞ്ഞ് തിന്നണം പിള്ളേരെ, ഇല്ലേലേ ഇങ്ങനെ ഇരിക്കും. നമ്മുടെ സച്ചു ഇരുന്ന് പച്ചക്കുതിര കളിക്കുവാണ്. ആദ്യം നീ നിന്റെ വയററിഞ്ഞ് കെട്ടിവെച്ചിരിക്കുന്ന ഫുട്ബോൾ ഒന്ന് അഴിച്ചു വിട്ടിട്ട് ഞങ്ങളെ പുച്ചിക്ക് മോനെ സച്ചു. സച്ചുവിന്റെ വീർത്തിരിക്കുന്ന വയറ് നോക്കി സഞ്ജുവാണ് ആ വെടിപൊട്ടിച്ചത്. എല്ലാവരും സച്ചുവിനെ നന്നായി ഒന്ന് പുച്ഛിച്ചു വിട്ടു. ഇനി ഒരു അംഗത്തിന് ത്രാണിയില്ലാത്തത് കൊണ്ട് തന്നെ സച്ചു ആയുധം വെച്ച് കീഴടങ്ങി എല്ലാവരെയും നോക്കി ഒരു വളിച്ച ചിരി പാസാക്കി. കുറച്ചു നേരം വിശ്രമിച്ചിട്ട് നമുക്ക് പാടത്തേക്ക് പോകാം അല്ലേ? ജീവ പറഞ്ഞു. അതെ, അത് മതി. ജോൺ അതിനെ അനുകൂലിച്ചു. അങ്ങനെ യുദ്ധമൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് പടയാളികൾ അവരവരുടെ സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റു. 1/2 മണിക്കൂർ വിശ്രമിച്ചിട്ട് എല്ലാം കൂടെ വീടും പൂട്ടി പുറത്തേക്ക് ഇറങ്ങി. ഗാർഡന് നടുവിലുള്ള വഴിയിലൂടെ എല്ലാവരും വരിയായി ഗാർഡന്റെ ഒരു ഭാഗത്തേക്ക് നടന്നു. ജോണിന്റെയും സച്ചുവിന്റെയും കൈപിടിച്ചാണ് ഗീതൂട്ടിന്റെ നടത്തം. കുറച്ച് മുന്നോട്ട് നടന്ന് മുമ്പിൽ ഒരു ഗേറ്റ് കണ്ടു. ഇവര് വരുമെന്നുള്ളത് കൊണ്ട് ഗോപാലേട്ട അത് തുറന്നിട്ടിരിക്കുകയായിരുന്നു. പിള്ളേർ അതുവഴി പിന്നെയും മുന്നോട്ട് നടന്നു. വിശാലമായ ജാതിത്തോട്ടമായിരുന്നു അത്. അവിടെയും ഇടവിട്ട് വൈദ്യുത വിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കൊണ്ട് വെട്ടത്തിന് കുറവൊന്നുമില്ലായിരുന്നു. ഗീതുട്ടിയെ, ഇതൊക്കെ നമ്മുടെയാണ് കേട്ടോ, ജീവ പറഞ്ഞു. ഇത് മാത്രമല്ല, ഈ തോട്ടത്തിന്റെ ഇടതുവശത്തേക്ക് പോയാൽ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെത്തും. ജൈവ കൃഷിയാണ് നമ്മൾ പിന്തുടരുന്നത്. കോട്ടയത്തെ എല്ലാ മാർക്കറ്റിലേക്കും പച്ചക്കറി സപ്ലൈ ചെയ്യുന്ന നമ്മളാണ്. പിന്നെ വലതുവശത്തേക്ക് പോയാൽ ഏതാണ്ട് 8 ഏക്കറോളം റബ്ബറാണ്. നേരെ പോയാൽ നമ്മുടെ പാടത്തേക്ക് ചെല്ലും. ഇതെല്ലാം കൂടെ ഏതാണ്ട് 40 ഏക്കറോളം ഉണ്ട്. അതുകൊണ്ട് ഒറ്റയടിക്ക് കണ്ടു തീരില്ല. ഇടയ്ക്കൊക്കെ പകല് വന്ന് മോൾക്ക് എല്ലാം കാണിച്ചു തരാമേ, ജോൺ പറഞ്ഞു. ഗീതു ഒരു ചിരിയോടെ തലയാട്ടി. പിന്നെയും ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് നടന്നു. പാടത്തിന്റെ അടുത്തെത്താറായപ്പോളെ നല്ല ഉച്ചത്തിൽ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. പിള്ളേര് പണി തുടങ്ങിയല്ലോ. സഞ്ജു ആണ്. അതെ, നല്ല മൂഡിലാണെന്ന് തോന്നുന്നു എല്ലാവരും. പതിവിലെ ഉത്സാഹത്തിലാണല്ലോ പാട്ടൊക്കെ, സച്ചുവും പറഞ്ഞു. പാടത്തിനടുത്തെത്താറാകും തോറും പാട്ട് നല്ല ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങി. നമ്മുടെ പിള്ളേരെല്ലാം അങ്ങനെ പാടത്തേക്ക് എത്തി. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടം. ഇടയ്ക്കിടയ്ക്ക് അല്പം ഉയരത്തിൽ ചെറിയ ഓലപ്പുരകൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. പണിക്കാർക്ക് വിശ്രമിക്കാനാണ് ഇത്തരത്തിലൊരു സജ്ജീകരണം. ഗോപാലേട്ടനും വേറെ കുറെ ചെറുപ്പക്കാര് പിള്ളേരും തലയിൽ ടോർച്ചൊക്കെ വെച്ചുകെട്ടി നിൽപ്പുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ഒരു പ്ലാസ്റ്റിക് ചാക്കുമുണ്ട്. തവള കരയുന്ന കരച്ചിൽ കേൾക്കുന്നിടത്തേക്ക് പോയി അതിനെ പിടിച്ച് ചാക്കിലാക്കുകയാണവർ. അതിന്റെ ഇടയ്ക്കാണ് ഈ പാട്ടും മറ്റും. മറ്റിടങ്ങളിലേതുപോലെ ഇവിടെ വൈദ്യുത വിളക്കുകൾ സ്ഥാപിച്ചിരുന്നില്ല. മറിച്ച് റാന്തലുകൾ കത്തിച്ചു വെച്ചിട്ടുണ്ട്. കുഞ്ഞ, സൂക്ഷിച്ചു നിൽക്കണേ, ഇഴജന്തുക്കളൊക്കെ ഇറങ്ങുന്ന സമയമാണ്. നിനക്കിതൊന്നും ശീലയില്ലല്ലോ, സഞ്ജു ഗീതുവിനോടായി പറഞ്ഞു. ശ്രദ്ധിച്ചോളാച്ചേ, ഗീതു പറഞ്ഞു. ആ, ഒരു കാര്യം ചെയ്, പെമ്പിള്ളേരൊക്കെ ആ ഓലമേടയിലേക്ക് കയറിയിരിക്കും. അതാകുമ്പോ പ്രശ്നമില്ല, അടുത്തുള്ള ഓലമേട കാണിച്ചുകൊണ്ട് സച്ചു പറഞ്ഞു. പെമ്പിള്ളേർ അവിടെ ഇരുന്ന 2 റാന്തലും എടുത്തുകൊണ്ട് സച്ചു കാണിച്ചു കൊടുത്ത ഓലമേടയിലേക്ക് കയറിയിരുന്നു. ഇപ്പോൾ അവിടെ നടക്കുന്നില്ല പെൺപിള്ളേർക്ക് നന്നായി കാണാം. പെൺകുട്ടികളെല്ലാം സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തി ആൺപിള്ളേരും പാടത്തേക്ക് ഇറങ്ങി. ഏകദേശം 1 മണി കഴിഞ്ഞ് എല്ലാവരും പാടത്തുനിന്ന് കയറിയപ്പോൾ പിടിച്ചതിൽ നിന്നും കുറച്ച് തവളെ ഒരു ചാക്കി കെട്ടി പാലക്കിലേക്ക് കൊണ്ടുപോകാൻ ഗോപാലേട്ടൻ പിള്ളേരെ ഏൽപ്പിച്ചു. ഗോപാലേട്ട, എന്നാ ഞങ്ങൾ ഇറങ്ങുവാണേ, ഇനിയും വൈകിക്കുന്നില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് ഇതുങ്ങളുമായി വീട്ടിൽ കയറിയില്ലെങ്കിൽ അമ്മമാരും മുത്തും ചൂലെടുക്കും.
ജീവ പറഞ്ഞു. എന്നാ മക്കള് വിട്ടു, ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ടെന്ന് എബ്രാഹിമിനോട് പറഞ്ഞേക്ക്. ഗോപാലേട്ടൻ പറഞ്ഞു. ആയിക്കോട്ടെ, വല്യപ്പച്ചനോട് പറഞ്ഞേക്കാം കൂട്ടുകാരൻ വരുന്നുണ്ടെന്ന്. പിന്നെ താക്കോൽ പതിവ് സ്ഥലത്ത് വെച്ചേക്കാമേ. സഞ്ജു ആണ്. ശരിയുടെ മക്കളെ, പിള്ളേരെ കൊണ്ട് സൂക്ഷിച്ചു പോണേ. ഗോപാലേട്ടൻ അവരെ ഓർമ്മിപ്പിച്ചു. എന്റെ സാറേ, സച്ചു പറഞ്ഞതും എല്ലാവരും ചിരിച്ചു. അവരോടൊക്കെ യാത്ര പറഞ്ഞ് പിള്ളേർ അവിടെ നിന്നും തിരികെ വുഡ് ഹൗസിലേക്ക് നടന്നു. ഇത്തവണ സഞ്ജുവിന്റെ കയ്യിൽ തൂങ്ങിയാണ് ഗീതുവിന്റെ നടപ്പ്. സമയം ഒരുപാടായതുകൊണ്ട് കൊച്ചിന് നല്ലപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കി സഞ്ജു അവളെ ചേർത്ത് പിടിച്ചിട്ടുമുണ്ട്. ബാക്കി പെമ്പിള്ളേരെല്ലാം ഇതേ അവസ്ഥയിൽ തന്നെയാണ്. വുഡ് ഹൗസിലെത്തി കാലും കൈയുമൊക്കെ വൃത്തിയായി കഴുകി അവര് തിരികെ പോകാൻ തയ്യാറായി.